ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതാ 4f ഓർബിറ്റൽസും 5f ഓർബിറ്റൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് പറഞ്ഞത് അല്ലേ. അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാനുള്ളത്. ഒന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും മറ്റേത് എന്താണ് സ്പെക്ട്രൽ പ്രോപ്പർട്ടീസും. ആരുടേത്? ലാന്തനൈഡ്സിന്റെയും ആക്ടിനൈഡ്സിന്റെയും. ലാന്തനൈഡ്സിലെ 4f ഓർബിറ്റൽസും ആക്ടിനൈഡ്സിലെ 5f ഓർബിറ്റൽസുമാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം 4f ഓർബിറ്റൽ 5f ഓർബിറ്റലുകളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായിരുന്നു? That is the 5f orbitals are more diffuse or more penetrating into the outside of the atom, whereas the 4f orbitals are well buried inside the atom. ഇവിടെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ഇമാജിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസ് ആണെങ്കിൽ 4f ഓർബിറ്റല് അതിന്റെ ചുറ്റും 5s-ഉം 5p ഒക്കെ ഉണ്ട്. ഇത് 4f ആണെങ്കിൽ 5f എങ്ങനെ ഉണ്ടാവുക? 5f ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. അതിന്റെ ചുറ്റുമുള്ള മറ്റു ഓർബിറ്റൽസ് ഒക്കെ കവർ ചെയ്ത് അത് പുറത്തേക്ക് it is more diffuse or more penetrating compared to the 4f orbital. That is due to the difference in the radial distribution function of these two orbitals. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാന്തനൈഡ്സിന്റെ മാഗ്നൈഡ്സിന്റെയും രണ്ട് പ്രോപ്പർട്ടികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും നോക്കാം. ഒന്ന് അതിന്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ്, മറ്റേത് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെക്ട്രം നമ്മൾ പഠനം മനസ്സിലാക്കുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രം ഓർ ദി UV visible or the electronic spectrum of the that is the this kind of absorption of light in the UV visible range leads to electronic transitions, and the electrons involved in these transitions is of course the f orbitals in both the case of a transition lanthanides and actinides. Lanthanides in case 4f orbitals ആണ്, actinides in case 5f orbitals ആണ്. ഈ പറഞ്ഞ electronic transition involved in the orbitals. ഈ ഓർബിറ്റൽസിലൊക്കെ തന്നെ you can see that ഈ ട്രാൻസിഷൻ നമുക്ക് എന്താ പറയാം? f ട്രാൻസിഷൻ എന്ന് പറയാം. I think you are familiar with the d transitions in the case of a transition method. Transition methods in d transitions ആണ് ഇലക്ട്രോണിക് സ്പെക്ട്രം ഏതാ തരുന്നെങ്കിൽ ഇവിടെ f ട്രാൻസിഷൻ ആണ്. Transition among different f orbitals. Okay, ഈ f transitions കൊണ്ടാണ് നമ്മുടെ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഇലക്ട്രോണിക് സ്പെക്ട്രം തരുന്നതെങ്കിൽ ഈ 4f-ലും 5f-ലും എന്തൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞാൽ ഇതിനും കാണിക്ക് ഉറപ്പാണ് അല്ലേ. കാരണം f ട്രാൻസിഷൻ ആണ് ഇതിന്റെ കാരണം. എന്തിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്രത്തിന്റെ കാരണം അതിന്റെ ലാന്തനൈഡ്സിന്റെ ആക്ടിനൈഡ്സ് 4f ആക്ടിനൈഡ്സ് 5f എന്ന് മാത്രമേ ഉള്ളൂ. ഈ 4f 5f തമ്മിൽ വ്യത്യസ്ത എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്പെക്ട്രത്തിലെ വ്യത്യാസം കാണിക്കും, അത്ര മാത്രമേ ഉള്ളൂ. You can see that the DD transition give rise to the electron spectrum in the case of a transition methods, and DD spectrum always consists of you can see that somewhat a broader peaks. DD transition UV spectrum നമ്മുടെ transition method ഒക്കെ എടുത്താൽ ഒന്നോ രണ്ടോ broad peaks ആയിട്ടാകുന്നത്. one or two or three few cases 3. ഈ peaks ഒക്കെ വളരെ broad ആണ്. ഈ broad ആവാനുള്ള ബേസിക് ആയ കാരണം എന്താണ്? Because the interaction of the d orbitals with the ligand orbitals. Ligand orbitals ആയിട്ട് d orbitals interact ചെയ്തില്ലായിരുന്നെങ്കിൽ ഷാർപ്പ് ലൈൻ ലൈക്ക് സ്പെക്ട്രം കിട്ടിയേനെ. പക്ഷേ ഇത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ബ്രോഡ് പീക്ക് തരുന്നത്. Transition methods in the case of a DD transitions and the corresponding DD spectrum or a electronic spectrum of transition complexes are consisting of a few, very few, per se 1 or 2 or 3 broad peaks. ഇവിടെ അത് ലാന്തനൈഡ്സിൽ എത്തുമ്പോഴേ ഈ പീക്സ് വളരെ ഷാർപ്പായി മാറും. In the case of lanthanides, the electronic spectrum consists of a few very sharp line-like peaks. Peak എന്ന് പറയാൻ പറ്റില്ലെങ്കിലും line-like peaks എന്നാണ്. Line-like peaks ആണ് ലാന്തനൈഡ്സിന്റെ കേസിൽ ഉണ്ടാവുന്നത്. അത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ പറഞ്ഞു ഇത് ബ്രോഡ് ആവാനുള്ള കാരണം ഈ ഡി ഓർബിറ്റൽസ് ലിഗാൻഡ് ഓർബിറ്റൽസ് തമ്മിൽ ഇന്ററാക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ബ്രോഡ് ആവാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ
ഈ എഫ് ഓർബിറ്റലും ലിഗാൻഡ് ഓർബിറ്റലും തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പരമാവധി കുറവാണ്. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എഫ് ഓർബിറ്റൽസ് ആർ വെൽ ഷീൽഡഡ് ബൈ ദി 5s and 5p ഓർബിറ്റൽസ്. അതിന്റെ ഉള്ളിൽ കിടക്കാണിത്. അതുകൊണ്ട് തന്നെ ആ ഓർബിറ്റലിലെ ലിഗാൻഡ് ഓർബിറ്റൽസ് ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ പോസിബിൾ അല്ല. You see, these f orbitals, more f orbitals are not perturbed by the surrounding ligand. Surrounding ligand field ആയിട്ട് യാതൊരുവിധ ഇന്ററാക്ഷനും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഏതുപോലെ ഒരു ആറ്റമിക് സ്പെക്ട്രം പോലെ ഉണ്ടാവും. ഇതും അങ്ങനെ ആവേണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആവാതിരുന്ന കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി ഇന്ററാക്ഷൻ ഓഫ് ദി d orbitals with the surrounding ligand orbitals. ആ ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പീക്കുകള് വളരെ ഷാർപ്പായിരിക്കും. ഇറ്റ്സ് ലൈക്ക് ആറ്റമിക് സ്പെക്ട്രം. രാത്രിയുടെ കോംപ്ലക്സ് ഫോം ചെയ്യാൻ സാധ്യത കുറവാണ്. രാത്രിയുടെ കോമ്പൗണ്ട്സിലും സോൾട്ടുകളിലും രാത്രിയുടെ കോംപ്ലക്സുകളിലും ഒക്കെ എന്താ കാണുന്നത്? ഈ പറഞ്ഞ സാധനങ്ങള് ഇലക്ട്രോണിക് സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് എ ഫ്യൂ ഷാർപ്പ് ലൈൻ ലൈക്ക് പീക്സ്. വെരി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദാറ്റ്. അപ്പം ആ പ്രത്യേക മെറ്റലിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോംപ്ലക്സിനൊക്കെ അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിൽ വളരെ ട്രാൻസ്മെറ്റൻസ് അത്ര എളുപ്പമല്ല. ഇതിൽ വളരെ എളുപ്പമാണ്. ഇന്ന സ്ഥലത്ത് ആറ്റമിക് നമ്മൾ അതിന് ആറ്റമിക് സ്പെക്ട്രം വെച്ച് ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ കോമ്പൗണ്ട്സ് വെച്ച് കഴിഞ്ഞാലും അതിന്റെ സ്പെക്ട്രത്തിലുള്ള സ്പീക്കുകളുടെ സ്ഥാനം വളരെ ഷാർപ്പ് ലൈനിലേക്ക് ക്യാരക്ടറിസ്റ്റിക് വേവിലെ ഷാർപ്പായിട്ട് അതിന് അന്തരമാണ് ലാക്ടീനാണ് അന്തരമാണ് ലുട്ടേഷ്യമാണ് ഡിസ്പ്രോസിയമാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കൂടി പറ്റും ഇതിന്റെ സ്പെക്ട്രം വെച്ചിട്ട്. സോ ലൈൻ ലൈക്ക് ആൻഡ് സ്റ്റാർ ഇതിനെ കുറിച്ച് യാതൊരു മാറ്റവും വരുന്നില്ല. അതൊന്ന് ക്ലിയർ ആവുന്നില്ല. ആക്ടിനൈറ്റ്സ് എത്തിക്കഴിഞ്ഞാലോ? ആക്ടിനൈറ്റ്സ് എത്തുമ്പോഴേക്ക് ആക്ടിനൈറ്റ്സിനുള്ള 5f ഓർബിറ്റൽസ് മോർ ഡിഫ്യൂസ് എന്ന ലിഗാൻഡ് ഫീൽഡുമായിട്ട് അതിന് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം പൊരുത്തങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആക്ടിനൈറ്റ്സിന്റെ സ്പെക്ട്രത്തില് ഈ പറഞ്ഞ പീക്സ് എന്തല്ല അത്ര ഷാർപ്പ് അല്ല, കുറച്ചുകൂടി ബ്രോഡ് പീക്സ് ആണ് തരുന്നത്. ഇൻ കേസ് ഓഫ് ആക്ടിനൈറ്റ്സ് വളരെ ബ്രോഡൊന്നുമില്ലെങ്കിലും ഇതിനപേക്ഷിച്ചത് കൂടുതൽ ബ്രോഡാണ്. അതിന്റെ കാരണം 5f ഓർബിറ്റൽസ് ക്യാൻ ഇന്ററാക്ട് വിത്ത് സറൗണ്ടിങ് ലിഗാൻഡ് ഫീൽഡ്. ലിഗാൻഡ് ആക്ടിനൈറ്റ്സ് കോംപ്ലക്സിന്റെ കേസിൽ ലിഗാൻഡ് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ബ്രോഡർ പീക്സ് ആണ് തരുന്നത്. ആക്ടിനൈറ്റ്സിൽ അത് ഷാർപ്പാണ്. ഇതിന്റെ അടിസ്ഥാനപരമായ വ്യത്യാസം എവിടെ നടക്കുന്നത്? ദി ഡിഫറൻസ് ഇൻ ദി 4f and 5f ഓർബിറ്റൽസ്. അതൊരു പോയിന്റ്. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. കാര്യം ശ്രദ്ധിക്കാം. ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോകാനുള്ള സമയമില്ല. ഇത് അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ പഠിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും ചുരുക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കൂടുതൽ പറയാനുള്ള സമയം കുറവാണ്. നമ്മൾ അടുത്ത സമയം കടക്കുന്ന സമയം ആയിട്ടുണ്ട്. തീർന്നിട്ടിട്ട് അടുത്ത സമയത്ത് കടക്കാൻ പരീക്ഷ ഇപ്പോൾ വരും നോക്കെ യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ സമയം കാത്തുനിന്നിട്ടൊന്നും കാര്യങ്ങൾ നമ്മൾ അടുത്ത സമയത്തേക്ക് പോകാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഏറ്റവും ചുരുക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. യു റെഫർ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഇൻ ദിസ് ഫീൽഡ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ask me directly or you can ask me over the phone or you can send a message or whatever it may be. Okay, സംശയങ്ങളൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ വേറെ ബുക്കൊക്കെ വായിക്കുമ്പോൾ സംശയം വരാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അത് വേണോ, അത് നല്ലതാണോ, അല്ലെങ്കിൽ പഠിക്കേണ്ടതാണോ, പഠിത്തമുണ്ടോ, അല്ലെങ്കിൽ അതിനെന്താണ് കാര്യങ്ങൾ മനസ്സിലാവാത്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ paramagnetism. Paramagnetism arises due to the presence of a unpaired electrons. Unpaired electrons ഒരു സ്പീഷീസിൽ മോളിക്യൂളായാലും അയോണായാലും എന്തിലായാലും ശരി പ്രസന്റ് ആണെങ്കിൽ that species will be paramagnetic. And the actual or observed magnetic moment of such a species will be a resultant of two things. One is the due to the spin motion of the electron. A magnetic moment is created due to the spin motion of the electron because as per the classical mechanics, an electron is considered as a spinning electric charge, and a spinning electric charge will generate a magnetic moment which in turn will give a magnetism. Spin and the inverse motion, that is the orbital motion. അപ്പോൾ ഈ ഓർബിറ്റൽ മോഷൻ കൊണ്ടും സ്പിൻ മോഷൻ കൊണ്ടും രണ്ടുകൊണ്ടും മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവാം. ഇത് രണ്ടും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് രണ്ടിന്റെയും റിസൾട്ടന്റ് വേറൊരു ടൈപ്പ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്നുള്ള ഒരു പരിപാടി നിങ്ങൾ അടുത്ത സമയം സെക്കൻഡ് സമയം വിശാലായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ തൽക്കാലം അതിലേക്കൊന്നും പോകാൻ സമയമില്ല. ഇതിനൊക്കെ റിസൾട്ടന്റ് ആയിരിക്കും ടോട്ടൽ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്.
അതിന് പ്രധാന കോൺട്രിബ്യൂഷൻ വരുന്നത് സ്പിൻ മോഷൻ കൊണ്ടാണ്. ഓക്കെ, കുറച്ച് ഓർബിറ്റൽ മോഷൻ കൊണ്ട് വരാം. ഇത് രണ്ടും കൂടി കപ്പിൾ ചെയ്യുമ്പോൾ വേറെ എഫക്റ്റ്. ഇതൊക്കെ ടോട്ടലാണ് നമുക്ക് വരുന്ന ടോട്ടൽ മാഗ്നറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൂവ്മെന്റ് ഓഫ് സച്ച് സ്പീഡ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്ന അങ്ങനെ ഡിഗ്രി ക്ലാസ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിനെ പറ്റി പഠിച്ച മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. That is due to the spin motion and the orbital motion, and the magnetic moment due to orbital motion is said to be വാക്കുകൾ കേട്ടിരുന്നാണ് അറിയില്ല quenched. Quenched എന്ന് പറഞ്ഞാൽ എന്താണ്? അമർത്തപ്പെട്ട് സപ്രസ് ചെയ്യപ്പെട്ട് ഇല്ലാതായി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ട്രാൻസിഷൻ മെറ്റൽസ് കോംപ്ലക്സിന്റെ കേസിൽ മിക്കവാറും കേസിലൊക്കെ ഈ ഓർബിറ്റൽ മോഷൻ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് മിക്ക ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ് is said to be quenched. ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. സ്പിൻ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ, അതിന്റെ സ്പിൻ കൊണ്ടുണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് മൊമെന്റ്. മറ്റേ ഓർബിറ്റൽ മൊമെന്റ് എസ് ഓർബിറ്റൽ നമുക്കറിയാം. ഒരു പി ഓർബിറ്റൽ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇക്വലന്റ് ടു സേയിങ് ദാറ്റ് ഇലക്ട്രിക് കറന്റ് ഈസ് ഫ്ലോയിങ്. ഏകദേശം ഒരു ഇലക്ട്രിക് കറന്റ് ഒരു ലൂപ്പ് ക്ലോസ് ലൂപ്പ് ഓഫ് വയറിലെ കൂടി നമുക്കറിയാം പാസ് ചെയ്യുമ്പോഴേ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോഴേ ഒരു ഇലക്ട്രോൺ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ നമ്മൾ വെറുതെ സ്പിൻ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റും അതിന് പുറമെ ഓർബിറ്റൽ മോഷൻ കൊണ്ടുള്ള മാഗ്നറ്റിക് മൊമെന്റുമാണ് ഇത് രണ്ടും കൂടി. ഈ പറഞ്ഞ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിന്റെ കേസിൽ അത് മിക്കവാറും ഇല്ലാതാവും. അതിനാണ് കൊല്ലുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മോഷനാണ് നമ്മൾ കാരണം ഡി ഓർബിറ്റൽസിന്റെ കേസിൽ ഈ ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. യു കൻ സിംപ്ലി ഒറ്റ വാക്ക് പറഞ്ഞാൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദിസ് അൺപെയർഡ് ഇലക്ട്രോൺ is affected by the electric field of the ligand electrons, and this orbital angular momentum is said to be either completely or partially quenched by interaction with the ligands. തിരികെ പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിലെ ഒരു കോപ്പർ നിക്കൽ കോംപ്ലക്സിലെ അതിന്റെ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഒരു ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഏകദേശം എന്തായിരിക്കും, ഈ സ്പിൻ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് മാത്രമായിരിക്കും. അത് നമ്മള് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇതും കൂടി വേണ്ടതാണ്. പക്ഷെ അതെന്തേക്കും, അത് ലിഗാൻഡായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഇല്ലാതായി പോകും. ബിക്കോസ് ഓഫ് ദി ഇന്ററാക്ഷൻ ഓഫ് ദി ടു ഇലക്ട്രിക് ഫീൽഡ്സ്. ഇതിന്റെ ഈ ഇലക്ട്രോണിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഫീൽഡ് ഇന്ററാക്ട് ചെയ്ത് അത് നള്ളിഫൈ ചെയ്ത് ക്വെഞ്ച് ചെയ്തു പോകും. കുറച്ചുകൂടി നല്ല ചിത്രമൊക്കെ അതിനുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. തൽക്കാലത്തിന് മനസ്സിലാക്കുക ഈ രണ്ടിന്റെ ഇലക്ട്രിക് ഫീൽഡുകൾ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഇല്ലാതായി പോകും, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. മിക്കവാറും കേസിൽ കുറഞ്ഞു പോകുമോ, മിക്കവാറും കേസിൽ അത് ഇല്ലാതായി പോവുകയും ചെയ്യുന്നതുകൊണ്ട് the transition metal complexes give rise to an observed magnetic moment which is very close to the spin only magnetic moment, which is given by the formula G into root of S into S plus 1, where S is the total spin quantum number. ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ പറഞ്ഞാൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഹാഫ് ആണ്. നമുക്കറിയാം 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് 1 ആണ്, 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് 3/2 ആണ്, 4 ഉണ്ടെങ്കിൽ 2 ആണ്, 5 ഉണ്ടെങ്കിൽ 5/2 ആണ്. സോ ഓൺ ജിന്റെ വാല്യൂ 2 അടുത്തൊരു വാല്യൂ ആണ്. ലാൻഡ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ എന്ന ലാൻഡ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ഇതിട്ടൊന്നും പോലെ സമയമില്ല. 2ന്റെ അടുത്ത് വരുന്ന വാല്യൂ ആണ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിലൊക്കെ വരുന്നത്. അപ്പോൾ ഏകദേശം ദിസ് ഈസ് വെരി ക്ലോസ് ടു ഓൾമോസ്റ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n into n plus 2. ഇത് രണ്ടും ഒന്നാണ്, വ്യത്യാസമൊന്നുമില്ല. മനസ്സിലാക്കുക. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് g into square root of s into s plus 1 or n into n plus 2, where n is the number of 1, 2, 3 etc. In the case of a unpaired electron, എത്ര unpaired electron അതിന്റെ നമ്പറാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏകദേശം അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണക്കൂട്ടാൻ പറ്റും. അത് ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ വയ്ക്കാൻ ഏകദേശം വളരെ സിമിലർ ആണ്. അപൂർവം കോംപ്ലക്സിന്റെ കേസ് ഏത് കേസ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിന്റെ കേസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആ പഞ്ചിങ് പാർഷ്യലായി വരുന്ന പഞ്ചിങ് നടക്കാത്ത അപൂർവ കേസുകളിൽ അവിടെ മാത്രമേ വ്യത്യാസം വരും. ബാക്കി എല്ലാ കേസിലും മാഗ്നറ്റിക് മൊമെന്റ് ഈസ് വെരി ക്ലോസ് ടു ദി spin only magnetic moment. In the case of a മറന്നുവരുന്ന ട്രാൻസിഷൻ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നമ്മൾ എഫ് ബ്ലോക്കിൽ രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. ലാന്തനൈഡ്സിന്റെ കേസിൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ലാന്തനൈഡ്സിലെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റിലുള്ളത്? എഫ് ഓർബിറ്റിലുള്ളത്. അവിടെ എഫ് ഓർബിറ്റൽസ് 4fന്റെ കേസിൽ വളരെ കൺസീൽഡ് അല്ലെങ്കിൽ ബറീഡ് ഇൻസൈഡ് ദി ആറ്റമാണ്. അതിൽ ലിഗാൻഡുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന്റെ സ്പിൻ മൊമെന്റ് ഓർബിറ്റൽ മൊമെന്റ് രണ്ടും ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ എന്ത് നടക്കുന്നില്ല? ക്വെഞ്ചിങ് നടക്കുന്നില്ല. ക്വെഞ്ചിങ് നടക്കുന്നപ്പോഴാണ് അത് ലിഗാൻഡ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്.
ലാഗ്രാൻസിന്റെ കേസിൽ ലിഗാൻസ് ഇന്ററാക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ്? കോർ ഓഫ് ഓർബിറ്റൽസ് വളരെ ഉള്ളിലാണ്, ബറീഡ് ഇൻസൈഡ് ദി ആറ്റമാണ്. So that the actual observed magnetic moment is not the equal to or close to the spin only. ഇത് പറയുന്നത് spin only magnetic moment. ആ വാക്യം എഴുതിയില്ല. spin only magnetic moment. അതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ. അതോ അതിന്റെ അടുത്ത വാല്യൂ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ല? വളരെ അടുത്ത വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ when we come to the lanthanides, we can see that it is not close to the spin only formula. It is given by another formula, that is effective magnetic moment is equal to G into square root of S into S plus 1 plus L into L plus 1 എന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി തന്നെ G into square root of J into J plus 1. J is said to be the total angular momentum quantum number. J value നേരത്തെ പഠിച്ചിട്ട് quantum J value total angular momentum. This is the spin quantum number. This is the എന്താണ് angular momentum quantum number. അല്ലേ? This is the total spin quantum, total angular momentum quantum number. ഇതാണ് ഏറ്റവും ഈ ഫോർമുല വെച്ചിട്ട് കണക്കൂട്ടുന്നതാണ്. ഈ കണക്കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതും നമ്മുടെ ഒബ്സർവ് ചെയ്യുന്ന തമ്മിൽ വളരെ സിമിലാരിറ്റി കാണും. ഇതിന്റെ കാരണം അതായത് ഇത് മറ്റൊരു പലപ്പോഴും വളരെ കൂടുതലായിരിക്കും. Because it has contribution from both the spin motion and the orbital motion. The orbital motion, orbital angular momentum is not quenched in the case of a lanthanoid because of the shape of the or the nature of the f orbitals, which is well buried inside the atom, which cannot interact with the ligand orbitals, so that the spin angular orbital angular momentum is not quenched as in the case of the d block elements. But D block elements in the case, the effective magnetic moment is given by almost equal to the spin only magnetic formula, that is G into square root of S into S plus 1, whereas in the case of a lanthanoid it is given by G into square root of J into J plus 1, where J is the total angular momentum quantum number. Okay. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഫോർമുല ഉപയോഗിച്ചല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിനോട് വളരെ അടുത്ത വാല്യൂസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ തിയററ്റിക്കൽ പ്രൊഡിക്ഷൻ ആണ്, മറ്റേ ഒബ്സർവ്ഡ് വാല്യൂ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഡിപെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. എന്നാലും ട്രാൻസ്മെറ്റൽ കോംപ്ലക്സിന്റെ ഡി ബ്ലോക്കിന്റെ കേസിൽ അത് സ്പിന്നോളി മൂവ്മെന്റിന് വളരെ അടുത്ത് വരുമ്പോഴേ മറ്റേ സ്പിന്നോളി മൂവ്മെന്റ് വെച്ച് കണക്കൂട്ടിയ തെറ്റാണ്. ഈ ഫോർമുല ചെയ്താൽ അത് വളരെ ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്. G into square root of J into J plus 1. ഇതിൽ പല കപ്ലിംഗ് സ്കീമുണ്ട്. നിങ്ങൾ ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. റസൽ സോണ്ടേഴ്സ് കപ്ലിംഗ് സ്കീം, JDS കപ്ലിംഗ് സ്കീം എന്നൊക്കെ നമുക്ക് പല വിധത്തിൽ കണക്കൂട്ടിയിട്ട് ഇതിന്റെ വാല്യൂ എടുക്കാൻ പറ്റും. അതിനനുസരിച്ച് വാല്യൂസ് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ കാണിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. നമ്മൾ അടുത്ത സെമ്മില് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്മെറ്റൽ കോംപ്ലക്സ് ചാപ്റ്റർ തന്നെ പഠിക്കാൻ, അതിൽ കുറച്ച് കൂടുതൽ വിശാലമായിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ട്രാൻസ്മെറ്റൽ കോംപ്ലക്സിന്റെ കേസിലുള്ളതുപോലെ സ്പിൻ ഓൺലി മൂവ്മെന്റും സ്പിൻ ഓൺലി ഫോർമുല വെച്ച് കണക്കൂട്ടിയാൽ കിട്ടുന്ന മാഗ്നറ്റിക് മൂവ്മെന്റും എഫക്റ്റീവായിട്ട് നമ്മൾ കാണുന്ന ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൂവ്മെന്റിന്റെ വ്യത്യാസം ഈ ട്രാൻസ്മെറ്റൽ കോംപ്ലക്സിന്റെ കേസിൽ വളരെ കുറവാണ്. പക്ഷേ ലാഗ്രാൻസിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ആ ഫോർമുല വെച്ച് കണക്കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ ഒബ്സർവ്ഡ് വാല്യൂ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫോർമുല വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ അത് ഏകദേശം അതിനടുത്ത വാല്യൂസ് വളരെ ക്ലോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. It is actually due to the contribution from both the spin motion and the orbital motion in the case of a lanthanoids. അത് ട്രാൻസ്മെറ്റൽസിന്റെ ഡി ബ്ലോക്കിന്റെ കേസിൽ അത് ഇല്ലാണ്ടാക്കുക എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ orbital angular momentum is said to be quenched by interaction with the ligand orbitals. This interaction is not there in the case of lanthanoids. Why? Because of the core of orbitals are buried inside the atom. Core of orbitals d orbitals പോലെ ligand orbitals interact ചെയ്യാനുള്ള കഴിവ് ഇല്ല, വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അതിന്റെ ടോട്ടൽ മാഗ്നറ്റിക് വന്നത് ഇത് രണ്ടിന്റെയും ഇഫക്റ്റീവ് ആയിരിക്കും. And that's given by the formula. V effective is equal to G into square root of J into J plus 1. G ക്ക് വേണ്ടിയാണ് G is equal to 1 plus in L plus L 1 in S plus 1 കൊണ്ട് വേറെ ഫോർമുല ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ പോകുന്നില്ല, ഇത് മനസ്സിലാക്കുക. ഇത് വളരെ സിമിലർ ആണ്. S ആണ്, ഇവിടെ J ആണ്. ഇത് സ്പിൻ ഓൺലി ആണ്. ഇതെന്താണ്? ഓവറോൾ ആണ്. ഓവറോൾ this is the total spin quantum number J value.
പഠിച്ചിട്ടുണ്ട്. അതേപോലെ എൽ പ്ലസ് എസ് ഇൻഡ് എൽ പ്ലസ് എൽ മൈനസ് എസ് വരെയുള്ള വാല്യൂസ് ആണ് അതിൽ അല്ലേ. അത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ചെറുതാക്കി മനസ്സിലാക്കും. ജയവാലികൾ എന്തായാലും പഠിച്ചില്ല. ജയവാലിനെ പറ്റി ഇപ്പം ഫസ്റ്റ് തിയറട്ടിക്കൽ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ. നമ്മുടെ ആക്ടിനൈറ്റ്സിലേക്ക് വരിക കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾക്കറിയാം ആക്ടിനൈറ്റ്സിന്റെ കേസിൽ ആക്ടിനൈറ്റ്സിന്റെ 4F പോലെയല്ല ആക്ടിനൈറ്റ്സിന്റെ 5F. അത് കുറച്ച് ആറ്റത്തിന്റെ പെരിഫറിയിലേക്ക് ഡിഫ്യൂസ് ആണ്, മോർ പെനട്രേറ്റിംഗ് ഇൻ ടു ദി സറൗണ്ടിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഓർബിറ്റൽസിൽ ലിഗാൻഡ് സൊസൈറ്റി ഇന്ററാക്ഷൻ കുറച്ച് ഇതിനപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു തിയറട്ടിക്കൽ പ്രൊഡിക്ഷൻ പലപ്പോഴും ശരിയാവില്ല ഇൻ ദി കേസ് ഓഫ് ആക്ടിനൈറ്റ്സ്. സ്പിന്നോളി ഫോമിലല്ല, ഈ വാല്യൂ വെച്ചാൽ കിട്ടില്ല, കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണ് മനസ്സിലാക്കുക. Theoretical predictions will not agree with experimental observations in many cases in the case of actinide complexes because of the more complicated nature of the interaction of 5F orbitals. 4F ന്റെ കേസിൽ ഏകദേശം ഈ ഫോമിൽ നമുക്ക് കണക്കൂട്ടി എടുക്കാൻ പറ്റും. മറ്റേ അങ്ങനെ കണക്കൂട്ടി കിട്ടുന്ന വരുന്നത് ചില കേസുകളൊക്കെ ഒക്കെ വരുന്നെങ്കിൽ പല കേസിലും ഒരുപാട് വ്യത്യാസവും കാണുന്നുണ്ട്. അത് 5F orbitals സ്വഭാവം അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക തൽക്കാലം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ആ ചെറിയ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കി. ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻസിനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് ഇൻ ദി കേസ് ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്രം ആൻഡ് ആസ് വെൽ ആസ് ഇൻ ദി കേസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഏറ്റവും ആദ്യം പറഞ്ഞാൽ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാൻസിനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ഇതൊക്കെ ഒരു 4-5 ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സമയമില്ല. അതുകൊണ്ടാണ് ഇത് വളരെ ചുരുക്കി അത്യാവശ്യമായിട്ട് കാര്യം പറയുന്നത്. അപ്പോൾ അത്ര ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വലിയ ചാപ്റ്ററിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ചെറിയൊരു കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇനി ഒരുപാട് കാര്യങ്ങൾ അതിന് ബാക്കി. ഇനി അടുത്ത് വരുന്നത് അതിൽ പറയുന്നത് യുറാനിൽ കോമ്പൗണ്ട്സ്. അടുത്ത യുറാനിൽ യുറാനിയൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുറാനിയൽ കോമ്പൗണ്ട്സ് യുറാനിയത്തിന്റെ സോൾട്ട് നോക്കണം. യുറാനിയം 92ാമത്തെ എലമെന്റാണ് യുറാനിയം. ആക്ടിനൈറ്റ് സീരീസിൽ വരുന്ന ആക്ടീനിയം, തോറിയം, പ്രോട്ടാക്ടീനിയം ആൻഡ് യുറാനിയം. യുറാനിയത്തിന് ഈസ് നമ്പർ 92. ഇതിന്റെ സോൾട്ടുകൾ യുറാനിയത്തിന് പല ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ട്. +2 ഉണ്ട്, +3 ഉണ്ട്, +4 ഉണ്ട്, +6 ഉണ്ട്, +7 ഉണ്ട്. ഈ ഓക്സിജൻ +7 ഉണ്ട്. ഇങ്ങനെ പല ഓക്സിജൻ നമ്മുടെ ആക്ടിനൈറ്റ്സിന് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആക്ടിനൈറ്റ്സിന് ഒരുപാട് ഓക്സിജൻ സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് ദ ഓൾമോസ്റ്റ് നോ ഡിഫറൻസ് ഇൻ ദ എനർജി ഓഫ് ദീസ് ഓർബിറ്റൽസ്. പെരിഫറൽ ഓർബിറ്റൽസിലൊക്കെ എനർജി ഏകദേശം തുല്യമായതുകൊണ്ട് തന്നെ മറ്റേ കേസിൽ ലാൻസിനൈറ്റ്സിന്റെ കേസിൽ 4F ഓർബിറ്റൽസ് ആർ നോട്ട് ഇൻവോൾവ് in bonding, whereas actinides കേസിൽ അത് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ഓക്സിജൻ സ്റ്റേറ്റുകളും കൂടുതൽ കോമ്പൗണ്ടുകളും ചേർന്നതാണ് ആക്ടിനൈഡ്സ് കമ്പയർഡ് ടു ലാൻസിനൈറ്റ്സ്. ബാക്കി നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ യുറാനിയൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ is the compounds containing the ion. ഈ ആളുടെ കോമ്പൗണ്ട് യുറാനിയൽ. നിങ്ങൾ നേരത്തെ സിർക്കോണൈൽ നൈട്രേറ്റ്, നിങ്ങൾ നേരത്തെ ലാബിൽ ഉപയോഗിച്ച സിർക്കോണൈൽ നൈട്രേറ്റ് എന്താണ്? Zirconyl nitrate, ZrO2+. These such ions are usually called oxocations. ഈ oxocations എല്ലാ മെറ്റൽസും ഫോം ചെയ്യില്ല. ചില പ്രത്യേക ട്രാൻസ്ഫർ മെറ്റൽസ് ചില ആക്ടിനൈറ്റ്സും ലാൻസിനൈറ്റ്സും ഒക്കെ ഫോം ചെയ്യുന്ന oxocation. ടൈറ്റാനിയം TiO, ടൈറ്റാനിയം സൾഫേറ്റ് എന്ന് പറയും. അതേസമയത്ത് ടൈറ്റാനിയം സൾഫേറ്റ്, ശ്രദ്ധിക്കുക, ടൈറ്റാനിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈറ്റാനിയത്തിന്റെ സോൾട്ടാണ്. ടൈറ്റാനിയം 4+, 2 സൾഫേറ്റ്, ടൈറ്റാനിയം സൾഫേറ്റ് പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. മറ്റേത് ടൈറ്റാനിയം. നിങ്ങൾ എല്ലാം ഒരുപോലെ ചിന്തിക്കരുത്. സിർക്കോണൈൽ നൈട്രേറ്റ് വേറെ, സിർക്കോണിയം നൈട്രേറ്റ്. സിർക്കോണിയം നൈട്രേറ്റ് സർക്കില് ZrNO3 4 ടൈംസ്. സിർക്കോണിയം 4+ ആണ്, 4 നൈട്രേറ്റ് 4-. നേരെ മറിച്ച് സിർക്കോണൈൽ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ZrNO3 twice ആണ്. കാരണം സിർക്കോണിയം 4+, ഓക്സിജന് 2-, 2 നൈട്രേറ്റിന് മനസ്സിലാകുന്നുണ്ടോ? ഓക്സൈഡാണ്. ഒരു ഓക്സൈഡും കൂടി ചേർന്നൊരു കാറ്റമാണ് സിർക്കോണൈൽ. ദിസ് ഈസ്
zirconyl nitrate. ZiRCONYL. This is a zirconium nitrate. സാധാരണ നമ്മുടെ എന്താണ് കോബാൾട്ട് നൈട്രേറ്റ് CO3 twice എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിക്കൽ നൈട്രേറ്റ് അല്ലെങ്കിൽ മാംഗനീസ് നൈട്രേറ്റ് എന്ന് പറയുന്നത് പോലെ സിർക്കോണിയം നൈട്രേറ്റ്. അവിടെ സിർക്കോണിയമാണ് കാറ്റ ZR+. ഇവിടെ സിർക്കോണൈലാണ് കാറ്റയോൺ. മനസ്സിലായില്ലേ? വ്യത്യാസം വളരെ കൂടുതലുണ്ട്. സിർക്കോണൈൽ, വനേഡിൽ സൾഫേറ്റ്, വനേഡിൽ BO, വനേഡിയം 5 ആണ്. അപ്പോൾ BO എന്ന് പറഞ്ഞാൽ എത്രയാവും? 3+. വനേഡിയം 5 ആണ്. വനേഡിയം 4 ആണെങ്കിൽ BO2+. വനേഡിയം 4 വനേഡിയം, വനേഡിയം 4 ആണ് വനേഡിയം, BO2+. അപ്പോൾ എന്താണ്? VOSO4. എന്താണ്? വനേഡിൽ സൾഫേറ്റ്. വനേഡിൽ അപ്പൊ പേര് കാണുമ്പോൾ യുറാനിൽ, സിർക്കോണിൽ, ടൈറ്റാനിൽ എന്ന് പറഞ്ഞാല് cations, oxo cations are always having their name ending with il, YL, zirconyl, titanyl, vanadil, uranil, etc. അതുപോലെ നമ്മൾ ആന്റിനൈഡ്സിന്റെ കേസിൽ വരുന്ന ഒരു എലമെന്റ് ആണ് യുറാനിയം. അതിന്റെ പ്രത്യേക സോൾട്ട് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞു, നമ്മൾ പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. യുറാനിൽ കോമ്പൗണ്ട്സ് with formula UO2+. And what is the oxidation state of uranium here? This uranium 6. Uranium 6+ ആണ്. 6+, 2 ഓക്സിജന് 4 മൈനസ്, 6+ഉം 4 മൈനസും കൂടി ചേർന്നിട്ടാണ് എന്തായിരിക്കുന്നത്? ഈ 2+ അതിനോട് ബാക്കിയുള്ളവ ശ്രദ്ധിക്കുക. യുറാനിയം 6 കോമ്പൗണ്ട്സ് ആണ്. അതേ സമയത്ത് UF6 എന്ന കോമ്പൗണ്ട് ഒക്കെ ഫോം ചെയ്ത് യുറാനിയം ഹെക്സാഫ്ലോറൈഡ്. അത് വേറെ കാര്യം. മനസ്സിലായില്ലേ? ഇത് യുറാനിയം ഫ്ലോറൈഡ് ആണ്. യുറാനിയം 16 ആണ്. ഇത് അതിൽ ആരില്ല? ഓക്സിജൻ ഇല്ല. മനസ്സിലായില്ലേ? UF6 യുറാനിയം ഹെക്സാഫ്ലോറൈഡ്. UO2 അപ്പൊ എന്തായി? UO2 ഫ്ലോറൈഡ് ആണെങ്കിൽ എന്തുണ്ടാവും? F2 എന്ന് മാത്രമേ ഉണ്ടാവും. കാരണം എന്താണ്? 6-ല് 4 കൂടി നെഗറ്റീവ് ആണ്. ഇതിന് 2 ഫ്ലോറൈഡേ പാടും. കാരണം 2+ ഉള്ളൂ. അപ്പൊ യുറാനിൽ UO2 F യുറാനിൽ ഫ്ലോറൈഡ് ആയിരിക്കും. യുറാനിൽ നൈട്രേറ്റ്, യുറാനിൽ അസിറ്റേറ്റ്, യുറാനിൽ സൾഫേറ്റ്, ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി ചെറിയൊരു ബ്രീഫ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. യുറാനിൽ കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട് ഒക്കെ മിക്കവാറും നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ യുറാനിയത്തിന്റെ uranium 6 oxide. കാരണം നമ്മുടെ in uranyl compounds, uranium is in the 6+6 oxide state, and you take the corresponding oxide for the preparation of this compound. Uranyl compounds are usually obtained from uranium 6 oxide. Uranium 6 oxide എന്ന് പറയുന്ന ഫോർമുല എന്താവോ? uranium 6 oxide എന്ന് പറഞ്ഞാൽ UO3. that is uranium 6. UO6 അല്ല, ശ്രദ്ധിക്കുക, uranium 6 oxide. ആ പേരൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരുകൾ, പക്ഷെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. മനസ്സിലായില്ല? അയൺ 2 ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ 2 ഓക്സൈഡ് FeO2 അല്ലെ, FeO1. കാരണം അയൺ 2 ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 2 ചാർജ് നെഗറ്റീവ്. അപ്പോൾ അയൺ 2 ഓക്സൈഡ്. ദിസ് ഈസ് എ അയൺ 3 ഓക്സൈഡ്. ദിസ് ഈസ് എ tin 2 oxide. This is a tin 4 oxide. tin 2 oxide, tin 4 oxide. iron 2 oxide, iron 3 oxide. 3 കാണുമ്പോൾ ഇവിടുത്തെ 2 എണ്ണമാണ്. കാരണം എന്താണ്? ഈ 2 നെഗറ്റീവ് ചാർജ് ശ്രദ്ധിക്കുക. ഇവിടെ UO3 എന്ന് പറഞ്ഞാൽ എന്താണ്? യുറാനിയം 6 ഓക്സൈഡ് ആണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കുന്നത്. From uranium 6 oxide you can prepare the different uranyl salts like uranyl nitrate, uranyl acetate, uranyl sulfate എന്ന് പറഞ്ഞ 2-3 കോമ്പൗണ്ട്സ് നമുക്ക്